Hi all. K2ന്റെ EE301 പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഡാം സെക്കൻഡ് മൊഡ്യൂളിലെ അതായത് ഫിഫ്ത്ത് സെമ്മിലെ സെക്കൻഡ് മൊഡ്യൂളിലെ സിക്സ്ത് ലെക്ചർ സീരീസ് ആണ്. അതിൽ ടോപ്പിക് പെർഫോമൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനിൽ തന്നെ ലോങ് ട്രാൻസ്മിഷൻ ലൈനും ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ടോപ്പിക്സ് കവേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് കവർ ചെയ്യുന്നുണ്ട്, അനാലിസിസ് ഓഫ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ദാറ്റ് ഈസ് റിഗറസ് മെത്തേഡ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ, ഹൗ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജനറലൈസ്ഡ് കോൺസ്റ്റൻസ് ഫോർ ട്രാൻസ്മിഷൻ ലൈൻ. ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് നമുക്കറിയാം. നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈൻസ് നമ്മളുടെ പാരാമീറ്റേഴ്സ് ലൈൻ കോൺസ്റ്റൻസ്, അതായത് ഇൻഡക്ടർ, റെസിസ്റ്റൻസ്, അത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലും മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ലംബ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്തത്. ഈവൻ ദോ ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. ഒരു ലൈനിൽ ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു സെർട്ടൻ ലെവലിൽ, ഇപ്പോൾ കപ്പാസിറ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 3 മെത്തേഡായിട്ട് നമ്മൾ ചെയ്തു. ഏതിൽ? മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ, അതായത് എൻഡ് കണ്ടൻസർ മെത്തേഡ്, ടി മെത്തേഡ്, നടുവിൽ വെച്ചിട്ട് നടുവിൽ നല്ല ഇൻഡക്ടറും റെസിസ്റ്റൻസും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ അതിൽ 2 കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടപ്പുറത്ത്, അതായത് ടി പൈ അങ്ങനെ വരും. ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലംബ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൺസിഡറബിൾ എറേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് വരുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം വലിയ എറർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരിക്കലും ഈ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡല്ല, ത്രൂ ഔട്ട് എന്ത് ചെയ്യാണ്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടായിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഈ വാല്യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇതിലത്തെ മെയിൻ ഡിഫറൻസ്. അത് ഞാനീ പറഞ്ഞത് നിങ്ങൾ നോട്ടാക്കി വെക്കണം, ഞാനിതിൽ എഴുതുന്നില്ല, അത് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലാസ്റ്റുള്ള ഒരു ലെവലിൽ എഴുതുന്നത് ലൈൻസ് കോൺസ്റ്റൻസ് ആർ യൂണിഫോംലി എന്താണ് distributed, okay, throughout the length of the line, that is in order to get fair degree of accuracy, because എന്തായിരുന്നു ലോങ് ലൈനിൽ നമുക്ക് കൺസിഡറബിൾ എറേഴ്സ് കൂടുതൽ വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സോ വി ആർ യൂസിങ് റിഗറസ് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ഫൈൻഡിങ് ഔട്ട് ഓഫ് ദ ലൈൻ കോൺസ്റ്റൻസ്. നൗ ദിസ് ഈസ് ദ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഫിഗർ കാണുമ്പോൾ ഇതൊന്നും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഫിഗർ വലിപ്പം കൂടുതലാണ്, അപ്പോൾ വീണ്ടും ഇടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ ഫിഗർ ദാറ്റ് ഷോസ് ദ ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് എ 3-phase ട്രാൻസ്മിഷൻ ലൈൻ ഓൺ എ ഫേസ് ന്യൂട്രൽ ബേസിസ്. ഒരു ഫേസ് ന്യൂട്രൽ ബേസിസിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, വരച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ്, ഹോൾ ലൈൻ ലെങ്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു n സെക്ഷൻസ്. n സെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹോൾ ലൈൻ ലെങ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷൻ എങ്ങനെ, ഈച്ച് ഹാവിങ് ലൈൻ കോൺസ്റ്റൻസ് ഓഫ് 1/nth ഓഫ് ദോസ് ഫോർ ദ ഹോൾ ലൈൻ. അതുകൊണ്ടാണ് ഇവിടെ r/n xl/n ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ n ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എന്തായിരിക്കും 1/n എന്നുള്ള രീതിയിലായിരിക്കും വരിക. So the following points may be noted. Line constants are uniformly distributed over the entire length of the line as is actually the case. നമ്മൾ ആക്ച്വലി സെയിം കേസിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡല്ല. ദ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ആർ ദ സീരീസ് എലമെൻറ്റ്സ്. അവിടുത്തെ സീരീസ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസാണ്. പിന്നെ 2 പ്രോപ്പർട്ടി വരികയാണ്, ലീക്കേജ് സസെപ്റ്റൻസും ലീക്കേജ് കണ്ടക്റ്റൻസും. ദേ ആർ ഷണ്ട് എലമെൻറ്റ്സ്. അപ്പോൾ ലീക്കേജ് സസെപ്റ്റൻസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് കപ്പാസിറ്റൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ന്യൂട്രൽ. ലീക്കേജ് സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ കപ്പാസിറ്ററും ഇരിക്കണ്ടല്ലോ, ലൈനും ന്യൂട്രലും തമ്മിലുള്ള അത് വെച്ചിട്ടാണ് ലീക്കേജ് സസെപ്റ്റൻസ് വരുന്നത്. ഓക്കെ, ദ ലീക്കേജ് കണ്ടക്ടൻസ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ എനർജി ലോസസ് ഒക്കറിങ് ഡ്യൂറിങ് ദ ലീക്കേജ് ഓവർ ദ ഇൻഡക്ടേഴ്സ് ഓർ ഡ്യൂ ടു കൊറോണ ഇഫക്റ്റ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. അതായത് ഈ കൊറോണ ഇഫക്റ്റ് കൊണ്ടൊരു എഫക്റ്റ് ഉണ്ട്, അത് കാരണം കൊണ്ട് ഉണ്ടാവും അവിടെ ഒരു കണ്ടക്ടൻസ് ഉണ്ടാവും. അതാണ് ലീക്കേജ് കണ്ടക്ടൻസ് പറഞ്ഞിട്ട് ആ റെസിസ്റ്റൻസ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെർഫോർ അഡ്മിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്,
റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഏതൊക്കെ റൂട്ട് ഓഫ് ലീക്കേജ് സസെപ്റ്റൻസ് സ്ക്വയർ പ്ലസ് ലീക്കേജ് കണ്ടക്ടൻസ് സ്ക്വയർ ആണ്. ദ ലീക്കേജ് കറണ്ട് ത്രൂ ഷണ്ട് അഡ്മിറ്റൻസ് ഈസ് മാക്സിമം. ലീക്കേജ് കറണ്ട് ഷണ്ട് അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഇമ്പിഡൻസ് അല്ല അഡ്മിറ്റൻസ് ആണ്, നേരെ ഓപ്പോസിറ്റ്. അപ്പം അവിടെയുള്ള ലീക്കേജ് കറണ്ട് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. എവിടെ, സെൻഡിങ് എൻഡ് ഓഫ് ദ ലൈൻ ആൻഡ് ഡിഗ്രീസസ് കണ്ടിന്യൂസ്ലി ആസ് ദ റിസീവിംഗ് എൻഡ് ഓഫ് ദ സർക്യൂട്ട് ഈസ് അപ്രോച്ച്ഡ്. അതായത് റിസീവിംഗ് എൻഡിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന അഡ്മിറ്റൻസ് വളരെ കുറവും സെൻഡിങ് എൻഡിൻ്റെ അവിടെ ആയിരിക്കും വളരെ കൂടുതലുമായിരിക്കും. നൗ അനാലിസിസ് ഓഫ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ഈ ലോങ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അനാലിസിസ്, അതിന് പറയുന്നൊരു പേര് റിഗറസ് മെത്തേഡ് എന്നും കൂടി പറയും. ഇതാണ് അതിൻ്റെ ഫിഗർ. ഹിയർ ദ ഫിഗർ ഷോസ് ഫേസ് ടു ന്യൂട്രൽ കണക്ഷൻ ഓഫ് എ 3-phase ലൈൻ വിത്ത് ഇമ്പിഡൻസ് ആൻഡ് ഷണ്ട് അഡ്മിറ്റൻസ്. അപ്പോൾ ഇമ്പിഡൻസും ഷണ്ട് അഡ്മിറ്റൻസും കാണിച്ചിട്ടുണ്ട്. 1 second. ഇമ്പിഡൻസ് കാണിച്ചിട്ടുണ്ട്, ഷണ്ട് അഡ്മിറ്റൻസ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി ഇത് നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് അതിന് വെച്ചിട്ട് ഇത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഞാനത് എഴുതാം. ഓക്കെ, കൺസിഡർ എ സ്മോൾ എലമെൻറ്റ് ഇൻ ദ ലൈൻ ഓഫ് ദ ലെങ്ത് dx. ഒരു dx എന്നുള്ള ഒരു ചെറിയ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യണം എൻ്റയർ ലെങ്ത്തിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ത്രൂ ഔട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീരീസ് ഇംപിഡൻസ് ഓഫ് ദ ലൈൻ പെർ യൂണിറ്റ് ലെങ്ത്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷണ്ട് അഡ്മിറ്റൻസ് ഓഫ് ദ ലൈൻ പെർ യൂണിറ്റ് ലെങ്ത്. പിന്നെ നമ്മൾ ഇവിടെ വി ആറിന് പകരം നമ്മൾ വി എടുക്കണം. വോൾട്ടേജ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ എലമെൻറ്റ് ടുവേർഡ്സ് ഈ വി, വോൾട്ടേജ് അറ്റ് ദ എൻഡ് ഓഫ് ദ എലമെൻറ്റ് ടുവേർഡ്സ് റിസീവിങ് എൻഡ്. അപ്പോൾ ഇവിടുത്തെ വി ആണ് കൺസിഡർ ചെയ്യുന്നത്, വി ആർ അല്ല കേട്ടോ. അപ്പോൾ ഈ വി വെച്ചിട്ട് ഇവിടുത്തെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യും. അതേപോലെ വി പ്ലസ് ഡി വി, അതെന്താണ്, ഇത് തുടങ്ങണതിൻ്റെ സെൻഡിങ് എൻഡിൻ്റെ അവിടുന്ന് ഈ എലമെൻറ്റിൻ്റെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണതിൻ്റെ തുടങ്ങണതിൻ്റെ മുന്നുള്ളത്. ഐ പ്ലസ് ഡി വി പറഞ്ഞാൽ അതേപോലെ കറണ്ട് എൻട്രിങ് ദ എലമെൻറ്റ് ഡി എക്സ്, ഐ ഇസ് ദ കറണ്ട് ലീവിങ് ദ എലമെൻറ്റ് ഡി എക്സ്. അപ്പോൾ ഇസഡ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ സീരീസ് ഇംപിഡൻസും വൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷണ്ട് അഡ്മിറ്റൻസും ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് എഴുതിയിട്ട് ബാക്കിയിൽ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതി, ഇസഡ് എന്താണെന്ന് എഴുതി, വൈ എന്താണെന്ന് എഴുതി, വി എന്താണെന്ന് എഴുതി, വി പ്ലസ് ഡി വി, ഐ പ്ലസ് ഡി വി, ഐ. ദെൻ ഫോർ ദ സ്മോൾ എലമെൻറ്റ് ഡി എക്സ്. ഞാൻ എന്ത് പറഞ്ഞു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ചത്. ഓക്കെ, സെഡ് ഡി എക്സ് ഈസ് ദ സീരീസ് ഇംപിഡൻസ് ആൻഡ് വൈ ഡി എക്സ് ഈസ് ദ ഷണ്ട് admittance. Now we know that dv is equal to I into z dx, or dv by dx is equal to I z. That is the equation number 1. ഇനി നമുക്ക് നോക്കാം, the current entering the element I dx എന്താണ്, I plus dAയും കറണ്ട് ലീവ് ചെയ്യണത് എന്താണ്, I ആണ്. അപ്പോൾ ഡിഫറൻസ് എന്താണ്, I plus dAയുടെയും ഐയുടെയും ഡിഫറൻസോടെ എന്താ വരുന്നത്, dA ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് dA ഈസ് ദ കറണ്ട് ത്രൂ ഷണ്ട് അഡ്മിറ്റൻസ് കൂടെ പോണ കറണ്ടാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തെടുക്കാം, വി ഇൻറ്റു വൈ ഡി എക്സ് എന്ന് എടുക്കാം, വി ഇൻറ്റു വൈ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ഡി ഐ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വൈ എന്ന് എഴുതാം. Now differentiating equation 1 with respect to x, we get d square v by dx square is equal to z into di by dx, or we can say di by dx is v into y, that is z into vy. Okay, therefore d square v by dx square is equal to y zv. On rearrange this, that is the third equation. The solution of this differential equation, then this differential equation, the solution direct is it is capital V is equal to small letter k, that is k1 cos h x root y z. അപ്പോൾ ഈ പറയുന്നതൊക്കെ സ്മോൾ ലെറ്റർ ആണ്, വി മാത്രമേ ക്യാപിറ്റൽ ഉള്ളൂ കേട്ടോ, പ്ലസ് k2 sin h x റൂട്ട് വൈ ഇസഡ്. ഇനി എന്ത് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഏത്, ഈ ഫോർത്ത് എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എന്താണ്, എക്സ്, ദാറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ്. ഇത് ക്യാപിറ്റലാണ് വി, ബാക്കിയെല്ലാം സ്മോൾ ആണ്, ശ്രദ്ധിക്കണം. ദർഫോർ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു k1 റൂട്ട് വൈ ഇസഡ് സൈൻ എക്സ് റൂട്ട് വൈ ഇസഡ് പ്ലസ് k2 റൂട്ട് വൈ ഇസഡ് കോസ് എച്ച് ഇൻറ്റു എക്സ് റൂട്ട് വൈ ഇസഡ്. ബട്ട് വി നോ ദാറ്റ് ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇസഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇക്വേഷൻ 1 എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 second.
ഇത് കണ്ടോ, ഡി വി ബൈ ഡി എക്സ് ഇസിക്കൽ ടു ഐ ഇൻറ്റു ഇസഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഡെറിവേഷൻ ഈ പറയണതിൻ്റെ ഒപ്പം ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ദർഫോർ അപ്പോൾ നമ്മൾ ഈ ഡി വി ബൈ ഡി എക്സിന് പകരം ഐ ഇസഡ് റീപ്ലേസ് ചെയ്തു. ദർഫോർ ഐ ഇസഡ് ഇസിക്കൽ ടു നമ്മൾ ആ ഇക്വേഷൻ എഴുതി. ദർഫോർ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഇസഡിനെ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ ഈ ഇസഡിനെ നമ്മൾ ഇങ്ങോട്ടെടുത്തു, ഈ ഇസഡിന് ഇങ്ങോട്ടെടുത്തു, അങ്ങനെ ആക്കിയാലും മതി. അപ്പോൾ എന്താണ്, ഐ ഇസിക്കൽ ടു എന്താണ്, റൂട്ട് ഓഫ് വൈ ബൈ ഇസഡ് ഇൻറ്റു നമുക്ക് അതൊരു കോമൺ എലമെൻ്റ് ആയിട്ട് കിട്ടും. അതെങ്ങനെ വരിക വെച്ചാൽ ഈ ഇസഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ റൂട്ട് ഓഫ് വൈ ഇസഡ് എന്നുള്ളത് രണ്ടിലും കോമൺ ആണ് അല്ലേ. ഇസഡ് വൈ ആണെങ്കിലും വൈ ഇസഡ് ആണെങ്കിലും കോമൺ ആണ്. അതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ഒരു സെക്കൻഡ് ഞാനത് വൈ ഇസഡ് തന്നെ എഴുതാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റൂട്ട് ഓഫ് വൈ ഇസഡിനെ ഇങ്ങോട്ട് കോമൺ ആക്കി എടുക്കുമ്പോൾ ഇവിടുന്ന് ഇസഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ റൂട്ട് ഓഫ് വൈ ഇസഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് ഓർ റൂട്ട് ഓഫ് വൈ ഇസഡ് ഡിവൈഡ് ബൈ. അപ്പോൾ അതെങ്ങനെ വരിക വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഓക്കെ, നമ്മൾ എങ്ങനെ വരും വെച്ചാൽ റൂട്ട് ഓഫ് വൈ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ്, അല്ലെങ്കിൽ എങ്ങനെ വരും, റൂട്ട് ഓഫ് വൈ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ വരും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റൂട്ട് ഓഫ് വൈ ബൈ ഇസഡ്. അതാണ് ഈ കാണുന്നത്. ഇക്വേഷൻ 4 and 5 നമ്മളിപ്പോൾ നേരത്തെ മുകളിൽ കിട്ടിയില്ലേ, ഏതൊക്കെ കിട്ടി, ഇവിടെ 5ഉം കിട്ടി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ 4ഉം കിട്ടി. അതെന്താണെന്നാണ് പറയുന്നത്. ഇക്വേഷൻ 4 and 5 ഗീവ് ദ എക്സ്പ്രഷൻസ് ഫോർ വി ആൻഡ് ഐ, 4 and 5 എക്സ്പ്രഷൻ ഫോർ വി ആൻഡ് ഐ ഇൻ ദ ഫോം ഓഫ് അൺനോൺ കോൺസ്റ്റൻസ് K1 and K2. അപ്പോൾ K1 K2 എന്നുള്ള അൺനോൺ കോൺസ്റ്റൻസ് ആണല്ലോ കിട്ടി. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് വിൽ ബി ദ K1 and K2. അതിന് നമ്മൾ എന്ത് ചെയ്യും, എന്താ പറയുക, ഇത് അപ്ലൈ ചെയ്യും, കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. അപ്പോൾ അറ്റ് എക്സ് ഈസിക്കൽ ടു 0, വി ഈസിക്കൽ ടു വി ആർ ആൻഡ് ഐ ഈസിക്കൽ ടു ഐ ആർ. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 4ലും 5ലും ഇടാൻ പോവാണ്. അപ്പോൾ പുട്ടിങ് ദിസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 4 വി ഹാവ് വിക്ക് പകരം വി ആർ കൊടുത്തു, K1 cos h എക്സിന് പകരം 0, അപ്പോൾ ഇവിടെയും എക്സിന് പകരം 0 കൊടുത്തു. therefore it is K1 plus 0. therefore വി ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്തു, K1 കിട്ടി. സിമിലർലി നമ്മൾ എന്ത് ചെയ്തു, ഐ ഈസ് ഈക്വൽ ടു ഐ ആറും എക്സ് ഈസ് ഈക്വൽ ടു 0 എന്തിൽ ഇട്ട് കൊടുത്തു, നമ്മളുടെ അടുത്ത ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. therefore it is ഐ ആർ ഇൻറ്റു റൂട്ട് ഓഫ് 5 ബൈ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ K2 ഈസ് ഈക്വൽ ടു ഇങ്ങനൊരു വാല്യൂ കിട്ടി. Now substituting the values of K1 and K2 equations 4ലും 5ലും ഈ K1ഉം K2 തിരിച്ചപ്ലൈ ചെയ്യണം. So it will be V is equal to VR cos h x into root YZ plus root of AZY into IR sin h x root of YZ. അപ്പോൾ again അതിൻ്റെ കൂടെ വായിക്കാം, I is equal to ഇങ്ങനൊരു വാല്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ആ കിട്ടിയ K1ഉം K2 അപ്ലൈ ചെയ്യാണ് ചെയ്ത്, K1ഉം K2 അപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു എക്സ് വീണ്ടും കിടക്കുന്നുണ്ട്, അതും നമുക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യാണ്, സെൻഡിങ് ഓൺ വോൾട്ടേജ് വി എസും റിസീവിങ് ആൻഡ് വോൾട്ടേജ് ഐ എസും ആർ ഒപ്റ്റൈൻഡ് ബൈ പുട്ടിങ് എക്സ് ഈസിക്കൽ ടു ഐ. നമുക്ക് ഈ കിടക്കുന്ന വി എസും വി ആറും കിട്ടണം അല്ലേ. അപ്പോൾ സെൻഡിങ് ആൻഡ് വോൾട്ടേജും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് റിസീവിങ് ആൻഡ് ആണ്. അപ്പോൾ സെൻഡിങ് ഓൺ വോൾട്ടേജ് വി എസും ഐ എസും കിട്ടണം. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഈസിക്കൽ ടു നമ്മൾ എന്ത് ചെയ്തു, ഐ നോട്ട് ചെയ്തു ഏതിൽ, എബോ ഇക്വേഷനിൽ. അപ്പോൾ എന്താണ്, വിക്ക് പകരം നമ്മൾ അവിടെ നിന്ന് എഴുതി വി എസ് എന്ന് എഴുതി, വി ആർ കോസ് എച്ച് ഐ ഇതിന് പകരം ഐ എഴുതി, റൂട്ട് ഓഫ് വൈ ഇസഡ്, റൂട്ട് ഓഫ് ഇസഡ് വൈ ഐ ആറിന് പകരം എന്ത് ചെയ്തു നമ്മൾ, അല്ല ഐ ആർ എഴുതി, സൈൻ എച്ച് ഇവിടെ ഐ എഴുതി. ഇനി ഈ ഐന് പകരം എന്ത് ചെയ്തു, ഐ എസ് എന്ന് എഴുതി. കാരണം എന്താണ്, സെൻഡിങ് ആൻഡ് എന്താണ് എഴുതുന്നത് ഇൻ ടേംസ് ഓഫ് വി ആർ. അതോടൊപ്പം ഇവിടെ എഴുതി, ഈ എക്സിന് പകരം ഇവിടെ ഐ ഇട്ട് കൊടുത്തു, ഈ എക്സിന് പകരം ഇവിടെ ഐ ഇട്ട് കൊടുത്തു. നൗ നമുക്കറിയാം ഐ ഇൻറ്റു റൂട്ട് ഓഫ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തു, ഐ വൈ ഇൻറ്റു റൂട്ട് ഓഫ് ഐ വൈ ഇൻറ്റു ഐ ഇസഡ്. ഇവിടെ വൈയും ഇസഡും ഇത്രയും വരെ എന്താണ്, സ്മോൾ ലെറ്റർ ആണ്. ഞാൻ ഇസഡ് ഇങ്ങനെ എഴുതി പോയി, അല്ലാതെ എഴുതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരുന്നു, സോറി. റൂട്ട് ഓഫ് ക്യാപിറ്റൽ വൈ ഇസഡ് ആൻഡ് റൂട്ട് ഓഫ് വൈ ബൈ ഇസഡിനെ നമുക്ക് എന്ത് എഴുതാം, ഐ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കിടന്ന ഐ ഇൻറ്റു വൈനെ ക്യാപിറ്റൽ വൈന്നും ഇസഡ് വൈനെ ഇസഡ് എന്ന് എഴുതാം. സോ വി ക്യാൻ സേ ദാറ്റ് വേർ വൈ ഈസ് ദ ടോട്ടൽ ഷണ്ട് അഡ്മിറ്റൻസ് ഓഫ് ദ ലൈൻ ആൻഡ് ഇസഡ് ഈസ് ദ ടോട്ടൽ സീരീസ് ഇംപെഡൻസ് ഓഫ് ദ ലൈൻ. ദർഫോർ എക്സ്പ്രഷൻ ഫോർ വി എസ് ആൻഡ് ഐ എസ് നമ്മൾ നേരത്തെ ആ മോളിൽ എഴുതിയില്ലേ, ആ മോളിൽ എഴുതിയത് നമ്മൾ എന്ത് ചെയ്തു, വി എസ് ഈസിക്കൽ വി ആർ കോസ് എച്ച് റൂട്ട് ഓഫ് വൈ ഇസഡ്
പ്ലസ് IR sin h റൂട്ട് ഓഫ് YZ. അതേപോലെ IS ഈസ് ഈക്വൽ ടു ഇത് ഈ എഴുതിയ ഇതിൽക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഈ എഴുതിയില്ലേ ഇതിൽക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, IS ഈസ് ഈക്വൽ ടു VR ഇൻറ്റു റൂട്ട് ഓഫ് Y/Z sin h എന്നിട്ട് ഈ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് എന്തിനാണ് I ഇൻറ്റു റൂട്ട് ഓഫ് YZ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഇതിൻ്റെ അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സിലേക്ക് ജനറലൈസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ I ഇൻറ്റു Y റൂട്ട് ഓഫ് YZ നമ്മൾ എന്ത് ചെയ്തു, I ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്ത് ചെയ്തു. അതുപോലെ Y/Z നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റു I ഇട്ടിട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു എലമെൻറ്റ് കിട്ടിയത്. കാരണം എന്താണ്, ഇവിടെ നോക്കിയേ I ഇൻറ്റു റൂട്ട് ഓഫ് YZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I ഇൻറ്റു Y ഉള്ളിലേക്ക് എടുത്തപ്പോൾ I ഇൻറ്റു Z. അപ്പോൾ I ഇൻറ്റു Yനെ നമ്മൾ Y ആക്കിയിട്ട് എടുത്തു, I ഇൻറ്റു Zനെ Z ആക്കി എടുത്തു. അതുപോലെ ഇവിടെ Y/Z ആണ്, അപ്പോൾ ഇവിടെ I ഇൻറ്റു Y കിട്ടണം. അപ്പോഴാണ് നമ്മൾ I വെച്ചിട്ട് മൾട്ടിപ്ലൈയിലും I വെച്ചിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈയിലും ഡിവിഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് കിട്ടി. ഓക്കെ, അങ്ങനെയാണ് അത് കിട്ടിയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ I ഇൻറ്റു റൂട്ട് ഓഫ് YZന് ഈ എലമെൻറ്റും കൊടുക്കും ഇവിടെ, അതേപോലെ ഇതിനെന്ത് ചെയ്യും, ഈ എലമെൻറ്റും കൊടുക്കും, ഇതിനെന്ത് ചെയ്യും, ഈ എലമെൻറ്റും കൊടുക്കും. അപ്പോൾ ഈ എലമെൻറ്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ വ്യത്യാസം കാണാം. So this will be the equation രണ്ടെണ്ണം വരുന്നത്. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു എക്സ്പാൻഡ് ഹൈപ്പർബോളിക് സൈനും കൊസൈനും ആയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതി വെക്കുകയാണ്. എന്താണ് കോസ് എച്ച് റൂട്ട് ഓഫ് YZ ഉണ്ടല്ലോ, അതിന് നമുക്ക് എഴുതാം 1 + ZY ബൈ 2 + Z² Y² ബൈ 24 പ്ലസ് അങ്ങനെ നമുക്ക് ഇതിൻ്റെ പവർ സീരീസിൽ എഴുതാം, അത് എഴുതാൻ പറ്റുന്നതാണ്. അതേപോലെ സൈൻ എച്ച് റൂട്ട് ഓഫ് Y/Z എന്ത് എഴുതാം, root of YZ plus Y² by YZ whole raised to 3/2 by 6 plus എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പോവാം. നെക്സ്റ്റ് നമ്മൾ ഈ ചെയ്തതിനെ ജനറലൈസ് ചെയ്യുക. ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അതായത് ABCD എന്നുള്ള പാരാമീറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജനറലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിത് പറയാം. ഇനി 4 ടെർമിനൽ നെറ്റ്വർക്ക് ദ ഇൻപുട്ട് വോൾട്ടേജും, അതായത് ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറൻറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ഔട്ട്പുട്ട് കറൻറ്റിൻ്റെയും ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അത് ഏതൊരു 4 ടെർമിനൽ നെറ്റ്വർക്കിലും പറ്റും. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്താണ്, ഒരു 4 ടെർമിനൽ നെറ്റ്വർക്കാണ്. 2 ഇൻപുട്ട് ടെർമിനൽസ് വേർ power enters the network and output terminals where power leaves the network. അപ്പോൾ ഇൻപുട്ടിൽ പവർ എൻ്റർ ചെയ്യുകയും ചെയ്യും, ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുകയും ചെയ്യും, പവർ ലീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. 4 ടെർമിനൽ നെറ്റ്വർക്ക് ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറൻറ്റ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ഔട്ട്പുട്ട് കറൻറ്റിൻ്റെയും ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. നമ്മളുടെ ഈ ട്രാൻസ്മിഷൻ ലൈനും എന്താണ്, ഒരു 4 ടെർമിനൽ നെറ്റ്വർക്കാണ്. അപ്പോൾ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ് ഇവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് നോട്ടിന് വേണ്ടിയിട്ട്. Therefore, input voltage Vs and input current Is of 3-phase transmission line can be expressed as Vs is equal to vector Vs is equal to vector A vector Vr plus vector B into vector Ir. Similarly, vector Is is equal to അതേപോലെ എഴുതാം. Where vector Vs is the sending end voltage per phase, vector Is is the sending end current, vector Vr is the receiving end voltage per phase and vector Ir is the receiving end current. അതിൽ പിന്നെ ABCD ഉണ്ട്. അതാണ് ജനറലി നമ്മൾ പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ്. അതെന്താണ്, ദേ ആർ നോൺ ആസ് ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. ഇനി the values of these constants depends upon the particular method adopted for solving a transmission line. Once the values of these constants are known, നമുക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് കാൽക്കുലേഷൻ ഓഫ് ദ ലൈൻ ക്യാൻ ബി ഈസിലി വർക്ക് ഔട്ട്. അപ്പോൾ ഈ ABCD പാരാമീറ്റേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പറയുകയാണ്. ദ കോൺസ്റ്റൻസ് ABCD അതായത് വെക്ടറാണൊക്കെ ആ ജനറലി കോംപ്ലക്സ് നമ്പേഴ്സ്. അത് ജനറലി നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സാണ്. പിന്നെന്താണ്, ദ കോൺസ്റ്റൻസ് A and D ആർ ഡയമെൻഷൻലെസ്. ഇതിൽ എയും ഡിയും എന്താണ്, ഡയമെൻഷൻലെസ് ആണ്. വേർ B and C ഡയമെൻഷൻസ് ഉണ്ട്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസും അതിന് സിക്ക് എന്താണ്, സീമെൻസ് ആണ്. ഫോർ എ ഗിവൻ ട്രാൻസ്മിഷൻ ലൈൻ vector A is equal to vector D, and for a given transmission line vector A into vector D minus vector B into vector C is equal to 1. ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. Now determination of generalized constants for transmission line. നമുക്ക് മുകളിലത്തെ അറിയാം. We know that Vs is equal to എന്താണ്, vector A into vector A. ഈ സാധനങ്ങൾ നമ്മൾ നേരത്തെ എഴുതിയത് ഇക്വേഷൻ 1 and 2 ആയിട്ട് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, we are going to determine the values of these constants.
ഫോർ ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. ഏതൊക്കെ? ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ലോങ് ട്രാൻസ്മിഷൻ. ഫസ്റ്റ് വൺ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. അവിടെ നമ്മൾ ഇഫക്റ്റ് ഓഫ് ലൈൻ കപ്പാസിറ്റൻസ് നെഗ്ലക്ട് ചെയ്യുന്നത് വെറും എന്താണ് സീരീസ് ഇമ്പിഡൻസ് മാത്രമേ കൺസിഡർ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം IS ഈക്വൽ ടു IR ആണ്. VS എന്ന് പറഞ്ഞാൽ എന്താണ്? VR പ്ലസ് IS അല്ലെങ്കിൽ IR ഇൻറ്റു ദിസ് Z അല്ലേ. സോ കമ്പയറിങ് ദിസ് വിത്ത് 1 and 2 നമ്മൾ നേരത്തെ ആ ABCD പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എഴുതിയിട്ടില്ല. അതൊന്നും നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയിട്ട് എഴുതി വെക്കുക. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും A is equal to 1, B is equal to Z and C is equal to 0 and D is equal to 1. ഓക്കെ, ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നേരത്തെ ഇക്വേഷൻ VS is equal to AVR പ്ലസ് BIR. അപ്പോൾ ഇവിടെ ഇതൊന്ന് കമ്പയർ ചെയ്തേ. VSൻ്റെ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. എക്ക് ഇവിടെ എന്ത് വരും? 1 വരുന്നു. പിന്നെന്താണ്? ബിക്ക് ഇവിടെ എന്ത് വന്നു? Z വന്നു. ഇനി അടുത്ത ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ്? IS IR. ISന് ഓക്കെ, അവിടെ ഓക്കെ. IRന് എന്താണ് വന്നിട്ടുള്ളത്? IRന് എന്താ വന്നിട്ടുള്ളത്? D വന്നു. സിക്ക് എന്താണ് കോഎഫിഷ്യൻ്റ്? എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ വന്നു. A is equal to ഇവിടെ നോക്കി നോക്കിയാൽ A is equal to D വന്നു. AD മൈനസ് BC എങ്ങനെ വരിക? A ഇൻറ്റു D ആകുമ്പോൾ എന്താണ്? 1 into 1. B ഇൻറ്റു C എന്ന് പറഞ്ഞാൽ 0. therefore it is equal to 1. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ 2 പോയിന്റ് പറഞ്ഞതിൽ 3ാമത്തെയും 4ാമത്തെയും പോയിന്റ് ആയിരുന്നത്. ഇനി നമ്മളെന്താണ് മീഡിയം ലൈൻസിൻ്റെ ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഹോൾ കപ്പാസിറ്റി നമ്മൾ മീഡിയം ലൈൻസ് നോമിനൽ T മെത്തേഡ്, പൈ മെത്തേഡ് രണ്ടും ചെയ്യാണ്ട്. അപ്പോൾ ഈ നോമിനൽ T മെത്തേഡിൽ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ മീഡിയം ലൈനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഷോർട്ട്, അതായത് ഷോർട്ടിലും മീഡിയവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ലോങ്ങിൽ മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഹോൾ കപ്പാസിറ്റൻസിന് നമ്മൾ എന്ത് ചെയ്തു? മിഡ് ലൈനിലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മളിത് ചെയ്തത്. അതായത് ഇപ്പുറത്തേക്ക് ഹാഫും വരുന്ന രീതിയിൽ. അതാണ് ഇത് Z/2 എന്നുള്ള രീതിയിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഹിയർ VS എന്ന് പറഞ്ഞാൽ എന്താണ്? VS ഈസ് ഈക്വൽ ടു V1 plus IS into Z/2. Similarly, V1 is equal to VR plus IR into Z/2. ഇനി നമുക്ക് ഈ IC ആണ് എന്താണ്? ഇറ്റ് ഈസ് ഫേസർ ഡിഫറൻസ് ഓഫ് IS ആൻഡ് IR. അതാണ് ഈ എഴുതിച്ചത്. അപ്പോൾ ഈ IS മൈനസ് IRന് നമുക്ക് എന്ത് എഴുതാം? V1 into Y എന്ന് എഴുതാം അല്ലേ. IC is equal to V1 into Y അല്ലേ. വേർ Y is the shunt admittance or Y is നമുക്ക് എങ്ങനെ എഴുതാം? Y ഇൻറ്റു V1 ആയിരിക്കും. ഇതിനെന്ത്? V1 എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ത്? VR പ്ലസ് IR Z/2. Now vector IS is equal to IR plus vector Y vector VR plus ഇതെങ്ങനെ വന്നറിയോ? നമുക്കിവിടെ അറിയാം IC is equal to IS മൈനസ് IR ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതും കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുക IS is equal to എന്താണ്? ഈ IR ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ IR പ്ലസ് ഈ ടേമിനെ ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്ന് IRനെ ഗ്രൂപ്പ് ചെയ്തു. അതാണ് ഈ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂസ് ഓഫ് V1 ഇക്വേഷൻ ഇൻ ഇക്വേഷൻ 5 വി ഗെറ്റ്. അപ്പോൾ നിങ്ങളിത് ഡെറിവേഷൻ ഒപ്പം എഴുതി പോലെ ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 5ലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷൻ ഡെറിവേറ്റ് ചെയ്യാണ്. ഏത്? ഈ V1 എന്നുള്ള എലമെൻറ്റിൽ എന്ത് ചെയ്യാണ്? ഈ 5th ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ഇതാണ് 5th ഇക്വേഷൻ. അത് V1ലോട്ട് ഇടുമ്പോൾ ഇറ്റ് ഈസ് VS ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR വെക്റ്റർ VR പ്ലസ് വെക്റ്റർ IR വെക്റ്റർ Z/2 പ്ലസ് വെക്റ്റർ IS വെക്റ്റർ Z/2 കിട്ടും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഓഫ് വാല്യൂസ് ഓഫ് IS എവിടെ ഇടുകയാണ്? ഒരു മിനിറ്റ്, നമ്മൾ നേരത്തെ ഇട്ടത് ഈ 5th ഇക്വേഷൻ ഇട്ടു. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള 5th ഇക്വേഷനാണ് ഈ VS ഇട്ടത്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 6th ഇക്വേഷൻ ഇതിലിടുമ്പോൾ ഏതിൽ നമ്മളുടെ ISന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി VS ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് 1 പ്ലസ് Y വെക്റ്റർ Y വെക്റ്റർ Z/2 ഇൻറ്റു വെക്റ്റർ VR പ്ലസ് വെക്റ്റർ Z പ്ലസ് വെക്റ്റർ Y വെക്റ്റർ Z സ്ക്വയർ ബൈ 4 ഇൻറ്റു IR. ഇവിടെ ശ്രദ്ധിക്കണം സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ Z ഇൻറ്റു 1 പ്ലസ് Y Z ബൈ 4 എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ, ഇസഡിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ കമ്പയറിങ് ദിസ് ഇക്വേഷൻ ഇതും ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ഇക്വേഷനും ദിസ് വൺ വിത്ത് 1 and 2. അപ്പോൾ ആ 1 and 2 നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. യു വിൽ ഗെറ്റ് A ഈസ് ഈക്വൽ ടു D ഈസ് ഈക്വൽ ടു വെക്റ്റർ A ഈസ് ഈക്വൽ വെക്റ്റർ D ഈസ് ഈക്വൽ ടു 1 പ്ലസ് Y Z/2. നിങ്ങളിത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് അത് എങ്ങനെയെന്ന് കിട്ടുക. എനിക്കിത് ഇങ്ങനെ കാണിച്ചു തരാൻ കുറച്ച് ടൈം നമുക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എഴുതി പോകണം. വെക്റ്റർ B ഈസ് ഈക്വൽ ടു വെക്റ്റർ Z ഇൻറ്റു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇസഡിനുള്ളിലേക്ക് എടുക്കാറില്ലേ ഇവിടെ.
അത് പുറത്തേക്ക് എടുക്കുക, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വെക്ടർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് വെക്ടർ വൈ ഇസഡ് ബൈ 4 സി ഇസ് ഈക്വൽ ടു വെക്ടർ വൈ. ദർഫോർ എ ഡി മൈനസ് ബി സി, എ ഇൻറ്റു ഡി മൈനസ് ബി സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് കിട്ടും. ഇതാണ് നമ്മളുടെ ടി മെത്തേഡിലുള്ള ഇത്. ഇനി അടുത്ത് പൈ മെത്തേഡ്. അപ്പോൾ മീഡിയം ലൈൻസിൽ നോമിനൽ പൈ മെത്തേഡ്. ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, 2 ഹാഫ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് 2 എൻഡിൽ കൊടുക്കും, സ്റ്റാർട്ടിങ് എൻഡിലും ഫിനിഷിംഗ് എൻഡിലും കൊടുക്കും. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് കപ്പാസിറ്റൻസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹാഫ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലോഡ് എൻഡിലും മറ്റേ ഇതിലും നമ്മൾ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു. സോ ഹിയർ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസഡ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ എക്സ് എൽ, ദാറ്റ് ഈസ് സീരീസ് ഇംപെഡൻസ് പെർ ഫേസ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ജെ ഒമേഗ സി, അതിനാണ് ഷണ്ട് അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി വയ്ക്കാം, ഐ എസ് എന്താണ്, ഇതാണ് ഐ എൽ പ്ലസ് ഐ സി ടു, ഓർ ഐ എസ് ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് എന്ത് കൊടുക്കാം, വി എസ് ഇൻറ്റു വൈ ബൈ ടു എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഐ എല്ലിനെ എങ്ങനെ എഴുതാം, ഇവിടെ നോക്കിയേ, ഐ എല്ലിനെ എങ്ങനെ എഴുതാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഐ എസ് ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ആണ്. അപ്പോൾ ഈ ഐ എല്ലിനുള്ള ടേം നോക്കുകയാണ്, അതെന്താണ്, ഐ ആർ പ്ലസ് ഐ സി വൺ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഐ ആർ ഓക്കെ, ഐ സി വണ്ണിന് പകരം എന്ത് എഴുതാം, വി ആർ ഇൻറ്റു വൈ ബൈ ടു. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യണം, നൗ ഈ വി എസ് പ്ലസ് വി ആർ പ്ലസ് ഐ എൽ ഇസഡ് അല്ലേ, ഇതിൽ നമ്മൾ വി ആർ പ്ലസ് ഐ എല്ലിൻ്റെ വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി ആർ പ്ലസ് വി ആർ ഇസഡ് വൈ ബൈ ടു എന്നുള്ളൊരു ടേം കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം, വി ആർ ഇൻറ്റു 1 പ്ലസ് വൈ ഇസഡ് ബൈ ടു എഴുതാം. പിന്നെ എന്താണ്, ഐ ആർ ഇൻറ്റു ഇസഡ്, അതും ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ 10ാമത്തെ ഇക്വേഷൻ ആക്കി അവിടെ വെച്ചു. ഇനി നമുക്കറിയാം എസ് ഐ എസ് ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് വി എസ് വൈ ബൈ ടു നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താവും, ഐ ആർ പ്ലസ് വി ആർ വൈ ബൈ ടു പ്ലസ് വി എസ് വൈ ബൈ ടു. കാരണം എന്താണ്, ഈ ഐ എല്ലിന് നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുത്തു, മുകളിലത്തെ ആ വാല്യൂ. നിങ്ങളിത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും. ഇനി കൂടുതലാക്കുമ്പോൾ ടൈം എടുക്കണം. ഓക്കെ, പുട്ടിങ് ദ വാല്യൂ ഓഫ് വി എസ് ഫ്രം ഇക്വേഷൻ 10 വി ഗെറ്റ്, അതായത് നമുക്ക് ഇവിടെ ഇക്വേഷൻ 10 ഉണ്ട്. അവിടെ ഐ എസ് ഈസ് ഈക്വൽ ടു വി ആർ പ്ലസ് നമുക്ക് ഇവിടെ എന്താണ്, ഈ വി എസ് ഇല്ല, ഈ വി എസിലോട്ട് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വരും, ഇറ്റ് വിൽ ബി ഐ ആർ പ്ലസ് വി ആർ വൈ ബൈ ടു പ്ലസ് ഈ വാല്യൂസ് നേരെ ഇട്ട് കൊടുത്തു, എന്ത് വൈ ബൈ ടു ഇൻറ്റു ദിസ് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, വി ആർ ഇൻറ്റു വൈ ബൈ ടു ഉണ്ട്. ഇതിനെ ക്രോസ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വി ആർ ഇൻറ്റു വൈ ബൈ ടു ഉണ്ട്, 2 ടേം വരും. അപ്പോൾ വി ആർ ഇൻറ്റു വൈ ബൈ ടു പ്ലസ് വി ആർ ഇൻറ്റു വൈ ബൈ ടു എന്താണ്, ശരിക്കും വി ആർ വൈ ആണ് അല്ലേ. അപ്പോൾ ഐ ആർ പ്ലസ് ഈ വി ആർ വൈ ഇൻറ്റു ഇവിടെ ശരിക്കും 1 ആണ്, 1 പ്ലസ് വൈ ഇസഡ് ബൈ 4 നമുക്കിവിടെ എഴുതാൻ പറ്റും അല്ലേ. കാരണം എന്താണ്, ഇവിടെ ഓൾറെഡി ഒരു ഇതുണ്ട്, ഇവിടെ വി ആർ വൈ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇവിടെ എന്താ വരിക, ഇറ്റ് ഈസ് വൈ ഇസഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ. ഇനി കമ്പയറിങ് ഇക്വേഷൻസ് 10 and 11, 10ഉം 11ഉം വെച്ചിട്ട് എന്ത് വെച്ച് കമ്പയർ ചെയ്യണം, 1 and 2. 1 and 2 എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 1 and 2 എന്താണെന്നുള്ളതൊന്ന് നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇതെനിക്ക് ഇനി ഇവിടെ എഴുതിയിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ കുറേ ട്രൈ ചെയ്തു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ ഇത് ശരിക്കും എന്താ വരുന്നത് വെച്ചാൽ, ഇവിടുത്തെ വരുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഇവിടെ ഡി സി പ്ലസ് ഡി എന്ന് വരിക. ഓക്കെ, അല്ല എ പ്ലസ് ബി ആണ് വരിക. അപ്പോൾ ഇത് എ ആയിട്ട് വന്നു, ബി എന്താണ് ദിസ് ഇതായിട്ട് വരുന്നു. അതേപോലെ സിയും വൈയും നമുക്ക് കിട്ടി അല്ലേ, സിയും വൈയും കിട്ടി. ഇനി നമുക്ക് വരുന്നത് എ ഡി മൈനസ് ബി സി. അപ്പോൾ ഈ വാല്യൂസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1. ഓക്കെ, ലോങ് ലൈൻസ് റിഗറസ് മെത്തേഡ്, ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ അറിയാം, വി എസ് ഈക്വൽ ടു, ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇക്വേഷൻ, അത് 2 എടുത്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ഡിയും എന്താണ്, ഇറ്റ് ഈസ് കോസ് എച്ച് വൈ ഇസഡ് കിട്ടി, എയും ഡിയും ആകുമ്പോൾ. ഓക്കെ, ഇനി എന്താണ് ബി, എന്താണ് ബി ഈസ് ഈക്വൽ ടു വൈ ഇസഡ് സൈൻ എച്ച് റൂട്ട് ഓഫ് വൈ ഇസഡ്. ഇത് റൂട്ട് ഓഫ് ഉണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞു പോകാനുള്ളൂ. ദെൻ സി എന്താണ്, ഇത് കിട്ടി. ഓക്കെ, സി ഇതാ ഈ ടേമാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ്, അപ്പോൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 1 എന്നുള്ള ഉത്തരം കിട്ടും. ഇത്രയാണ് ജനറലൈസ്ഡ് പാരാമീറ്റേഴ്സ്. ഇതിൻ്റെ പ്രോബ്ലം ഇനി അടുത്തത് ഞാൻ ഇടും.